അപ്പോ ഏതെങ്കിലും ഒരുത്തൻ്റെ അടുത്ത് പോയി ഇതിനു വേണ്ടി ഇരിക്കുന്ന പണിയെടുക്കുന്ന ജ്യോതിഷിയുടെയും മറ്റും അടുത്ത് പോയി മറ്റൊരുത്തനെ തോൽപ്പിക്കാനും അവൻ്റെ ബിസിനസ് പൊളിപ്പിക്കാനും ഈ നിഗൂഢമായ മന്ത്രങ്ങളും തന്ത്രങ്ങളും ചില യന്ത്രം എന്നാ പറയാം അല്ലേ, ഇങ്ങനെ പല കളിയൊക്കെ വരച്ചിട്ട് അതിൽ പല സംഗതി ഉണ്ടാക്കിയിട്ട് അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇസ്ലാം വിരോധിച്ച കഠിനമായ പാപമാണെന്നറിയണം. ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഓടുന്ന ഇത്തരം ആളുകളുടെ അടുത്തേക്ക്. ഇത് റജബാണ്. റജബിന്റെയും ഷഅബാൻ 15 ഒക്കെ പുണ്യം പറയുന്നിടത്ത് ഹദീസ് കാണാം, ജ്യോതിഷിയെ ആശ്രയിക്കുന്നവൻ അത് കിട്ടൂല. സന്ദർഭമായിട്ട് ഞാനത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിത്യമായി കള്ളുടിക്കുന്നവൻ, നിത്യമായി വിഭജിക്കുന്നവൻ, അപ്രകാരം ജ്യോതിഷിയെ ഓരോ വിഷയത്തിനും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവൻ, അവനൊന്നും 15 ഷഅബാൻ 15 പുണ്യം കുറേ വലിയ പുണ്യം പറയുന്നുണ്ട്. അത് ഈ വേദിയിലല്ലല്ലോ വിസ്തരിക്കേണ്ടത്, വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതവന് ലഭ്യമാവില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ സീറിനെയും ജ്യോതിഷത്തെയൊക്കെ അത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര അഭ്യസ്ത വിദ്യരാന്ന് പറയുന്ന ആളുകളും വിമാനവും മിസൈലും പുറത്തിറക്കാൻ വേണ്ടി പോലും ഇത് ഗണിക്കാനും കുണിക്കാനും നിൽക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ ഇതൊന്ന് വേറെ തന്നെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഇതിൽ നിന്ന് സമ്പൂർണ്ണമായി വിട്ടു നിൽക്കാൻ ഇത്തരം ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവരെ പ്രേരിപ്പിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. ഇത് മസൂയന്റെ ഒരു തിക്തഫലമാണ്.